സുന്ദരമായ സാഹിത്യോത്സവവേദിയിൽ ലോകത്തിന്റെ രാജകുമാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹചാരിയായ ഉലകത്തിന്റെ ഉടലായ ഭാഷകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്നാൽ കഥയിലോട്ട് കടക്കാം. ഒരു ദിവസം നബിയെ വധിക്കാനായി ശത്രുക്കൾ തീരുമാനിച്ചു. അതെപ്പോഴേ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. വേഗം തന്നെ അലി റളിയല്ലാഹു അൻഹുവോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടും കാര്യം അറിയിച്ചു. പെട്ടെന്ന് തന്നെ നബിയുടെ കിടക്കയിൽ നബിക്ക് പകരം അലി റളിയല്ലാഹു കിടന്നു. സമയം രാത്രിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ഒരു ഗുഹയിലോട്ട് കൊണ്ടുപോയി. ആ ഗുഹ നിങ്ങൾ വിചാരിക്കുന്ന ഗുഹയിലത് വിഷം ചീറ്റുന്ന പാമ്പും കുത്തുന്ന തേളുകളും നിറഞ്ഞിരിക്കുകയാണ് ആ ഗുഹയിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്ന് നടന്ന് ക്ഷീണിതനായി. നബിയേ, എനിക്ക് വെള്ളം വേണം നബിയേ. നബി പറഞ്ഞു, ആ ഗുഹയുടെ തൊട്ടു മുമ്പിൽ പോയി വെള്ളം കുടിക്കൂ അബൂബക്കറെ. കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ടേക്ക് ഓടിപ്പോയി. കസ്തൂരിയേക്കാൾ മണവും പാലിനേക്കാൾ വെളുപ്പും തേനിനേക്കാൾ മധുരമാണ് ആ വെള്ളത്തിന്. ധാരാളം കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ ആ വെള്ളം കുടിച്ചു നബിയെ. നബി പറഞ്ഞു, അബൂബക്കറേ, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. പറഞ്ഞോളൂ നബി. സ്വർഗത്തിലെ രണ്ട് കാവൽ നിൽക്കുന്ന മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, മലക്കുകളെ, അബൂബക്കറിനെ ദാഹിക്കുന്ന മലക്കുകളെ, ജന്നത്തുൽ ഫിർദൗസിന് വലിയ ദ്വാരമുണ്ടാക്കി ആ ഗുഹയിലേക്ക് വെള്ളം ഒടിച്ചു. ആ വെള്ളമാ കുടിച്ചെന്ന് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ഇതിന്റെ ഗുണപാഠമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗീയ പാനീയവും സ്വർഗ്ഗീയ ഭക്ഷണം തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.